ഈ വാരം നിങ്ങൾക്കെങ്ങനെയെന്ന് നോക്കാം. ഓരോ നക്ഷത്രക്കാർക്കും ഈ ദിവസങ്ങൾ എന്തൊക്കെയാണ് നൽകുന്നതെന്നറിയുക. അശ്വതി, ഭരണി, കാർത്തികക്കാൽ. പ്രിയപ്പെട്ടവരെ, ഈ വാരം ആരോഗ്യകാര്യങ്ങളിൽ അല്പം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾക്ക് കൂടുതൽ ദൃഢത കൈവരും. ചിലർക്ക് ജീവിതപങ്കാളിയെ കണ്ടെത്താൻ അനുകൂല സമയമാണിത്. പുതിയ വസ്തുവകകൾ വാങ്ങുന്നതിനോ ഗൃഹനിർമ്മാണം ആരംഭിക്കുന്നതിനോ ഉള്ള ശ്രമങ്ങൾ ഈ വാരം തുടങ്ങാവുന്നതാണ്. തൊഴിൽ രംഗത്ത് ചില സുപ്രധാനമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കാർത്തികമുക്കാൽ, രോഹിണി, മകയിരം, അര. നിങ്ങൾക്ക് അഭിമുഖങ്ങളിലും പരീക്ഷകളിലും ശോഭിക്കാൻ കഴിയുന്ന ഒരു വാരമാണിത്. എന്നാൽ അശ്രദ്ധ കാരണം കാലിന് ചെറിയ പരിക്കുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കഴിവുകൾക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നതാണ്. പുതിയ പഠനവിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും ചെയ്യും. വീട് പുതുക്കിപ്പണിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകും. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കഴിയും. മകയിരം, അര, തിരുവാതിര, പുണർദം, മുക്കാൽ. ഈ വാരം ഗൃഹത്തിലേക്ക് ചില ആഡംബര വസ്തുക്കൾ വാങ്ങാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നല്ല മുന്നേറ്റമുണ്ടാകും. ഏത് പ്രശ്നങ്ങളിലും ശരിയായ തീരുമാനമെടുക്കാനുള്ള മനസ്സ് കൈവരും. യാത്രകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ അവ വേണ്ടത്ര ഫലവത്താകാൻ സാധ്യതയില്ല. രോഗാവസ്ഥയിലുള്ളവർക്ക് കാര്യമായ ആശ്വാസം അനുഭവപ്പെടും. എന്നാൽ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. പുണർദം, കാൽ, പൂയം, ആയില്യം. സന്താനങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളിൽ മനസ്സിന് വിഷമം വരാൻ സാധ്യതയുണ്ട്. ഗൃഹത്തിൽ പൂജാകർമ്മങ്ങൾ പോലുള്ള മംഗളകാര്യങ്ങൾ നടക്കാനിടയുണ്ട്. പൊതുവെ നിങ്ങളുടെ അന്തസ്സ് വർദ്ധിക്കുന്ന ഒരു വാരമാണിത്. ഏതു പ്രശ്നങ്ങളെയും നയതന്ത്രപരമായി സമീപിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യും. പരസ്യം ചെയ്യുന്നതുവഴി ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മകം, പൂരം, ഉത്രം, കാൽ. ഈ വാരം മനസ്സ് അല്പം അസ്വസ്ഥമായിരിക്കാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളിലും അനാവശ്യമായ കാലതാമസം നേരിടാം. സ്വന്തം പ്രവൃത്തികൾ ചിലപ്പോൾ തിരിച്ചടിയായേക്കാം. പിതൃസ്വത്ത് സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര. ബിസിനസ് രംഗത്ത് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടിവരും. സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് വ്യാപാരം നടത്തുന്നവർക്കും ഓൺലൈൻ ബിസിനസ്സുകാർക്കും ഈ വാരം വളരെ അനുകൂലമാണ്. ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് ലോട്ടറി പോലുള്ളവയിലൂടെ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ ജീവിത നിലവാരം മെച്ചപ്പെടുന്ന ഒരു വാരമാണിത്. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാൽ. പുതിയ കെട്ടിടത്തിലേക്ക് താമസം മാറാൻ സാധ്യതയുണ്ട്. ഔദ്യോഗികമായ സ്ഥലമാറ്റം പ്രതീക്ഷിക്കാം. വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അല്പം കാലതാമസം നേരിടാം. പൊതുവേദികളിൽ ശോഭിക്കാനും അംഗീകാരം നേടാനും കഴിയും. നയപരമായ സമീപനത്തിലൂടെ കാര്യങ്ങൾ സാധിക്കാനും അതുവഴി സാമ്പത്തിക ലാഭം നേടാനും സാധ്യതയുണ്ട്. ഗൃഹത്തിൽ ചില മംഗളകരമായ സംഭവങ്ങൾ നടക്കാനിടയുണ്ട്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട, വാടക, എഗ്രിമെന്റ് എന്നിവ സംബന്ധിച്ച് ചില ചെറിയ വിഷമതകൾ ഉണ്ടായേക്കാം. കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമാണ്. ഹൃദ്രോഗമുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. രോഗം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റ് കാര്യങ്ങളിൽ ഭാഗ്യത്തിന്റെ അകമ്പടിയോടെ എല്ലാ രംഗങ്ങളിലും വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. മൂലം, പൂരാടം, ഉത്രാടം, കാൽ. ഈ വാരം സൽക്കർമാനുഷ്ഠാനങ്ങൾ, ദാനധർമ്മങ്ങൾ, ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കൊണ്ട് സന്തോഷം അനുഭവപ്പെടും. ദാമ്പത്യജീവിതത്തിൽ സംതൃപ്തി നിലനിൽക്കും. ഭൂമി സംബന്ധമല്ലാത്ത ബിസിനസ്സുകളിൽ നിന്ന് നല്ല സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ദൂരയാത്രകൾ, പ്രത്യേകിച്ച് തീർത്ഥാടനങ്ങൾ എന്നിവയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ നേടിയെടുക്കാൻ ഈ വാരം സാധിക്കും. ധനലാഭം ഉദ്ദേശിച്ച് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിലെത്തും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റം നടത്താൻ സാധിക്കും. സാമ്പത്തികപരമായും സാമൂഹികപരമായും പല നേട്ടങ്ങളും കൈവരിക്കും. മനസ്സിന് പൊതുവെ സ്വസ്ഥത അനുഭവപ്പെടുന്ന ഒരു വാരമാണിത്. അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധനലാഭമുണ്ടാകും. ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ജോലിയിൽ അല്പം ഭാരക്കൂടുതൽ അനുഭവപ്പെട്ടേക്കാം. ഗൃഹത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. ഗുരുതുല്യരായ വ്യക്തികളുടെ വിയോഗവാർത്ത കേൾക്കുന്നത് മനസ്സിനെ അസ്വസ്ഥമാക്കിയേക്കാം. പൂരുരുട്ടാതിക്കാൽ, ഉതൃട്ടാതി, രേവതി, കൂൾബാർ, ബേക്കറി തുടങ്ങിയ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് നല്ല പുരോഗതി പ്രതീക്ഷിക്കാം. ഉദ്യോഗത്തിനായി ശ്രമിക്കുന്നവർക്ക് ഈ വാരം ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭൂമിയോ വീടോ വാങ്ങാനുള്ള നല്ല സമയമാണിത്. പൊതു നന്മയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകും. അടുത്ത ബന്ധുക്കളുടെ മരണവാർത്ത കേൾക്കാനിടവന്നേക്കാം. മാതുലസ്ഥാനത്തുള്ളവർക്ക് ദേഹാരിഷ്ടകൾക്ക് സാധ്യതയുണ്ട്. ഈ വാരത്തിലെ ഗ്രഹനില അനുസരിച്ചുള്ള പൊതുവായ ഫലങ്ങളാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ ജാതകം കൂടെ പരിഗണിച്ച് ഫലം നോക്കുന്നതാണ് ഏറ്റവും ഉചിതം. എല്ലാവർക്കും നല്ലൊരു വാരം ആശംസിക്കുന്നു.